നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് കിട്ടുന്ന വ്യൂസിനനുസരിച്ചിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങളൊക്കെ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാകും. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും വ്യൂസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ അനലിറ്റിക്സ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, കൂടുതൽ വ്യൂസ് വന്ന ആ ഒരു വീഡിയോയിൽ നിന്ന് തന്നെയായിരിക്കും നമുക്ക് സബ്സ്ക്രൈബ് കൗണ്ട് കൂടുതൽ വന്നിട്ടുണ്ടാവുക. എന്നാൽ ഇതെങ്ങനെ ഡബിൾ ആക്കാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ കുറച്ച് ടിപ്സ് അതിൽ ആ ഒരു വീഡിയോയിൽ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ ഡബിൾ സബ്സ്ക്രൈബ് കൗണ്ട് നമുക്ക് വരുമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്നത് നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ, യൂട്യൂബിലൂടെ വരുമാനം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് വെച്ചേക്കുക. കൂടെ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തോളൂ. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സബ്സ്ക്രൈബ് കൗണ്ട് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. നിലവിലെ സബ്സ്ക്രൈബേഴ്സിൽ നിന്നും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ആസ്ക് ഫോർ സബ് എന്നുള്ളത്. അതായത് നമ്മുടെ വീഡിയോയിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, അതുപോലെ അവസാനത്തിലും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ അത് കാണുന്ന ആളിന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അങ്ങനെ സബ്സ്ക്രൈബ് നേടിയെടുക്കുക. ഇതൊരു സിമ്പിളാണ്, ഓൾഡസ്റ്റ് ഒരു മെത്തേഡാണ്. യൂട്യൂബിൽ ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ന് പറയാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അനലിറ്റിക്സ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻറ്റ് മനസ്സിലാകും. അതായത് നമ്മുടെ ഒരു വീഡിയോ ഒരാളിലേക്ക്, ഒരു വ്യൂവറിലേക്ക് റെക്കമെൻഡായി കിട്ടി, പക്ഷേ അയാളത് വീഡിയോ മുഴുവൻ കാണുന്ന റെക്കമെൻഡായിട്ട് വന്നതാണ്, സെർച്ചിങ്ങിലൊന്നും ആയിരിക്കില്ല. പക്ഷേ അയാളത് കണ്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടു, ഒരു പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ അയാൾ മറന്നിരിക്കാം, അതല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ ഒരു പക്ഷേ സബ് വന്നേക്കാം. അപ്പോൾ ആ രണ്ട് വീഡിയോ കമ്പയർ ചെയ്യുമ്പോൾ സബ് ചെയ്യാൻ പറഞ്ഞ വീഡിയോയിൽ അനലിറ്റിക്സ് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നമുക്ക് കണ്ടേക്കാം. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് അത് തന്നെ ഡബിൾ ആക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ടിപ്പ് ഈ ഒരു വീഡിയോയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മതി. പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോയിലെ ഇൻട്രോയിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇൻട്രോയിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യൂവേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇൻട്രോയിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ആസ് എ വ്യൂവർ, വൈ ഷുഡ് ഐ സബ്സ്ക്രൈബ് യുവർ ചാനൽ എന്നുള്ളത്. അതായത് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട്, അപ്പോൾ ഞാൻ ഇൻട്രോയിൽ തന്നെ നിങ്ങളോട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾക്കിത് എൻ്റെ ഒരു വീഡിയോ റെക്കമെൻഡ് ആയിട്ട് ലഭിച്ചു. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നുണ്ടാകും, ഇത് എന്തിന് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോയിൽ എന്താണ് പറയുന്നുള്ളത്, എനിക്ക് റെലവൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉള്ളതാണോ, ഇതൊന്നും അറിയുന്നതിന് മുന്നേ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഒരു നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, അപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ഇൻട്രോയിൽ ഞാൻ പറഞ്ഞത് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് സബ്സ്ക്രൈബ് കൗണ്ട് ഡബിൾ ആക്കാനുള്ള ഒരു ടിപ്സ് പറയാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, യൂട്യൂബിലൂടെ വരുമാനം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും ഞാൻ ഒരുപാട് ടിപ്സുകൾ ചെയ്യുന്നുണ്ട്, അത് മിസ്സാവാതിരിക്കാൻ സബ് ചെയ്യാൻ പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് പോയിന്റ് പിടികിട്ടി. കാരണം നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ എൻ്റെ പോയിന്റ് നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സബ് ചെയ്യാൻ തോന്നും. പിന്നീട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിനോട് സബ് ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പലരും വിചാരിച്ചിട്ടുണ്ട് അത് സബ് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ജെനുവിൻ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടും, അത് ഓൾറെഡി ഒരു വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിച്ച് ബലം പിടിച്ച് പലരും ഇരിക്കാറുണ്ട്. പക്ഷെ അതിൽ കാര്യമില്ല. നമ്മളെ വ്യൂവറോട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. അത് പറയേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തരുത്. ചാനലിൻ്റെ തുടക്കത്തിൽ തന്നെ സംഭവം ഓഡിയൻസ് റിട്ടൻഷൻ കുറയുന്നതിന് മുന്നേ നമ്മൾ പറയണം എന്നുണ്ട്. പക്ഷേ തുടക്കത്തിൽ തന്നെ പറയുമ്പോൾ ഉള്ളൊരു ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ്, ഒരുപാട് ഫോറങ്ങളിൽ ക്രിയേറ്റേഴ്സൊക്കെ പറയുന്നൊരു മിസ്റ്റേക്കാണ്. നിങ്ങളുടെ പോയിന്റ് പറയാതെ, നിങ്ങളുടെ ചാനലിൻ്റെ എയിം പറയാതെ, അല്ലെങ്കിൽ ആ വീഡിയോയിൽ പറയുന്നതിൻ്റെ ആ ഒരു മെറിറ്റ് പറയാതെ നിങ്ങൾ ചാനൽ സബ് ചെയ്യാൻ പറഞ്ഞാൽ ആ ഒരു വ്യൂവർ സബ് ചെയ്യാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഈ ഒരു രീതി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ
അങ്ങനെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അനലിറ്റിക്സിൽ കാണാൻ കഴിയും നിങ്ങൾക്ക് ഒരുപാട് വ്യൂസ് വന്ന വീഡിയോയിൽ മുമ്പ് ഒരു വീഡിയോ എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യൂസ് വന്നിട്ടുണ്ടെങ്കിലും അതിൽ സബ് കുറവായിരിക്കും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ട് അതാണ് നല്ല റീച്ച് ആയിട്ടുള്ളത് എങ്കിൽ ഇതിൻ്റെ ഡബിൾ സബ്സ്ക്രൈബേഴ്സ് ആ ഒരു വീഡിയോയിലൂടെ ലഭിച്ചിട്ടുണ്ടാകും. വളരെ ചെറിയൊരു ടിപ്സാണെന്ന് പറയാം, പക്ഷേ ഇത് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. വളരെ വലിയൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതാണ്. കാരണം നമ്മൾ റീച്ച് ആകുന്ന വീഡിയോയിൽ ഇങ്ങനെ ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻറ്റ് അതിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നു, അത് പുതിയ ആളുകളിലേക്ക് എത്തുന്നു, അവരത് ഒരു പക്ഷേ കണ്ടു മറന്നു പോകുന്നു. പക്ഷേ പകരം ഞാൻ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വീണ്ടും മിസ്സാകാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള വീഡിയോസിൽ സ്വാഭാവികമായിട്ടും എനിക്ക് സബ്സ്ക്രൈബ് അക്കൗണ്ട് കൂടുതലായിട്ട് ഡബിളായിട്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങളൊക്കെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലൈ ചെയ്ത് നോക്കുക. മാത്രമല്ല ഇതുപോലെയുള്ള കൂടുതൽ യൂട്യൂബ് ടിപ്സിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അടിക്കുക. അപ്പം മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.